വാട്സപ്പിൽ നമ്മളെല്ലാവരും നമ്മുടെ സുഹൃത്തുക്കൾക്ക് നമ്മുടെ ഫോട്ടോ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സ്റ്റിക്കറുകൾ നമ്മൾ അയക്കാറുണ്ട്. ഇതുപോലെ നമ്മുടെ സ്റ്റിക്കറുകൾ നമ്മുടെയോ അല്ലെങ്കിൽ നമ്മുടെ മറ്റു ഫോട്ടോകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സുഹൃത്തുക്കൾക്ക് വാട്സപ്പിൽ നമ്മൾ സ്റ്റിക്കറുകൾ അയച്ചു കൊടുക്കാറുണ്ട്. എന്നാൽ വാട്സപ്പിലൂടെ നമ്മുടെ സുഹൃത്തുക്കൾക്ക് സ്റ്റിക്കറുകൾ അയച്ചു കൊടുക്കുന്ന ഒരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഒരു ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് വേണ്ട പിക്ചർ ഏതാണെങ്കിൽ ആ ഒരു ഫോട്ടോ ആ ഒരു ആപ്ലിക്കേഷനിലേക്ക് ആഡ് ചെയ്തുകൊണ്ട് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്കൊരു സ്റ്റിക്കർ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതായത് നിങ്ങളുടെ ഫോട്ടോസോ അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റെന്തെങ്കിലും പിക്ചറുകൾ നിങ്ങൾ വാട്സപ്പിൻ്റെ സ്റ്റിക്കറാക്കിക്കൊണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ആ ഒരു ആപ്ലിക്കേഷൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. അതിനു മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ താഴെ ചുവന്ന ലെറ്ററിൽ സബ്സ്ക്രൈബ് എന്ന് കാണുന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലേക്കും കൂടി കാണും, നിങ്ങൾ അതുകൂടി എനേബിൾ ചെയ്യുക. എന്നാൽ ഇതുപോലുള്ള ടെക്നോളജിപരമായ അറിവുകൾ നിങ്ങളുടെ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷൻ എത്തും. സ്റ്റിക്കർ എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണുന്ന ഇൻ്റർഫേസ് ഇങ്ങനെയായിരിക്കും. ഇവിടെ നമുക്ക് നിരവധി സ്റ്റിക്കറുകൾ കാണാൻ സാധിക്കും. വിവിധ തരത്തിലുള്ള സ്റ്റിക്കറുകൾ കാണാൻ സാധിക്കും. ഇനി നമ്മുടെ ഫോട്ടോസോ അല്ലെങ്കിൽ നമ്മുടെ ഗാലറിയിൽ നിന്നുള്ള ഒരു ഫോട്ടോ നിങ്ങൾക്ക് വാട്സപ്പിൽ സ്റ്റിക്കറാക്കി മാറ്റുന്നതിന് വേണ്ടി നിങ്ങൾ താഴെ കാണുന്ന ഈ പ്ലസ് സിമ്പിൾ ഒന്ന് ക്ലിക്ക് ചെയ്യുക. പ്ലസ് സിമ്പിൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ഗാലറി ഇതുപോലെ കാണാൻ സാധിക്കും. നമ്മുടെ ഗാലറി ഓപ്പൺ ചെയ്യുക. ഗാലറിയിൽ നിന്ന് നമുക്ക് ഏത് ഫോട്ടോയാണോ നിങ്ങൾക്ക് സ്റ്റിക്കറാക്കി മാറ്റേണ്ടത്, നിങ്ങളുടെ സുഹൃത്തിന് വാട്സപ്പിൽ അയച്ചു കൊടുക്കുന്നതിന് വേണ്ടി സ്റ്റിക്കറാക്കി മാറ്റേണ്ടതെങ്കിൽ ആ പിക്ചർ നിങ്ങൾ ആദ്യം സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഞാനിവിടെ ഒരു ഫോട്ടോ ആണ് സെലക്ട് ചെയ്തത്. ഈ ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്തു. ഇപ്പോൾ കാണാൻ സാധിക്കും ഈ ഒരു ഫോട്ടോ ഞാൻ അയച്ചു കൊടുക്കുമ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് അടക്കം നമുക്ക് അയച്ചു കൊടുക്കാനാണ് സാധിക്കുക. എന്നാൽ നമുക്ക് സ്റ്റിക്കർ രൂപത്തിലേക്ക് മാറ്റുന്നതിന് വേണ്ടി, അതായത് ഈ ഒരു ഫ്ലവർ നമുക്ക് ഈ ഒരു ഫ്ലവർ മാത്രമായി കാണുന്നതിന് വേണ്ടി താഴെ കാണുന്ന ഓട്ടോ എന്ന് കാണുന്ന ഭാഗം നമ്മൾ ക്ലിക്ക് ചെയ്യാം. അല്പം ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ഒരു പിക്ചറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എറേസായി പോയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വേണമെങ്കിൽ അധികമായി എറേസായി പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ അഡ്ജസ്റ്റ് എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ എറേസ് എന്നും റീസ്റ്റോർ എന്നും രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഇവിടെ എറേസ് എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്തുകൊണ്ട് മായ്ച്ച് കളയേണ്ട ഭാഗങ്ങൾ വീണ്ടും നിങ്ങൾക്ക് മായ്ച്ച് കളയാൻ സാധിക്കും. ഇവിടെ റീസ്റ്റോർ എന്ന് കാണുന്ന ഭാഗത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ഭാഗം മായ്ച്ച് പോയിട്ടുണ്ടെങ്കിൽ അത് റീസ്റ്റോർ ചെയ്തെടുക്കാനൊക്കെ സാധിക്കും. മാത്രമല്ല ഈ ഒരു പിക്ചർ വേണമെങ്കിൽ നിങ്ങൾക്ക് ടെക്സ്റ്റും എഴുതാൻ സാധിക്കും. മലയാളത്തിൽ വേണമെങ്കിൽ മലയാളത്തിലൊക്കെ ടെക്സ്റ്റ് ഇതുപോലെ ടൈപ്പ് ചെയ്ത് അയക്കാനൊക്കെ സാധിക്കും. നിങ്ങൾക്ക് ആ ടെക്സ്റ്റിന് താഴെ കാണുന്ന കളർ ചേഞ്ച് എല്ലാം വരുത്തി ടെക്സ്റ്റിൻ്റെ ഫോണ്ട് സ്റ്റൈൽ മാറ്റുന്നതിന് വേണ്ടി ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് ഇതുപോലെ ആ ഒരു ഭാഗത്ത് ഇതുപോലെ നോർമൽ, ഇറ്റാലിക് ഇതുപോലുള്ള വിവിധ ഫോണ്ടുകളിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് മാറ്റി തുറന്ന ഏറ്റവും മുകളിൽ കാണുന്ന ഡൺ എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ ടെക്സ്റ്റ് വേണമെങ്കിൽ ഏത് ഭാഗത്തേക്ക് വേണമെങ്കിലും ഇതുപോലെ കൊണ്ടുപോയി നിങ്ങളുടെ വിരൽ ഉപയോഗിച്ചുകൊണ്ട് ഇത് സൂം ചെയ്യാനും സൂം ഔട്ട് ചെയ്യാനും അതുപോലെ തന്നെ വിവിധ ആംഗിളുകളിലേക്ക് ചെരിച്ചു വെച്ചുകൊണ്ടും നിങ്ങൾക്കിത് കൊണ്ടുപോയി വെക്കാനൊക്കെ സാധിക്കും. തുടർന്ന് ഏറ്റവും മുകളിൽ കാണുന്ന നെക്സ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏറ്റവും അവസാന ഭാഗത്ത് ആഡ് ടു വാട്സപ്പ് എന്നൊരു ഓപ്ഷൻ. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പിലേക്ക് ഈ ഒരു സ്റ്റിക്കർ ആഡായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഇതുപോലെ വാട്സപ്പ് ഓപ്പൺ ആയി വരുന്നത്. ഇവിടെ നിങ്ങളുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. വാട്സപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം ആ ഒരു സ്റ്റിക്കർ ആഡ് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ ഓക്കെ എന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് നമ്മുടെ വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മൾ ആ ഒരു സ്റ്റിക്കർ ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം. ഇവിടെ താഴെ മൂന്നാമതായി കാണുന്ന സ്റ്റിക്കർ സിമ്പിളിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത സ്റ്റിക്കർലി എന്ന ഒരു ആപ്ലിക്കേഷൻ്റെ സിമ്പിൾ ഇവിടെ കാണാൻ സാധിക്കും. ആ സിമ്പിളിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മൾ ടെക്സ്റ്റ് രൂപത്തിൽ നമ്മൾ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു സ്റ്റിക്കർ ഇതുപോലെ നമ്മുടെ സുഹൃത്തുക്കൾക്ക് വാട്സപ്പിലേക്ക് അയച്ചു കൊടുക്കാനൊക്കെ സാധിക്കും. ഇവിടെ വേണമെങ്കിൽ നമ്മുടെ ഫോട്ടോസും ഇതുപോലെ ആഡ് ചെയ്യാനൊക്കെ സാധിക്കും. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫോട്ടോസിൻ്റെയും ബാക്ക്ഗ്രൗണ്ട് എറേസ് ചെയ്തുകൊണ്ട് വാട്സപ്പിൻ്റെ സ്റ്റിക്കറാക്കി മാറ്റാനും മാത്രമല്ല ആ ഒരു സ്റ്റിക്കറിൽ നമുക്ക് ടെക്സ്റ്റുകൾ ആഡ് ചെയ്തുകൊണ്ട് മനോഹരമാക്കി എടുക്കാനൊക്കെ സാധിക്കും. പിന്നെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും നിങ്ങൾക്ക് വീഡിയോ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. ഇതുപോലുള്ള ടെക്നോളജിപരമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.